എവരിവൺ, വെൽക്കം ടു യാനിസ്റ്റ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വെറും 500 റുപ്പീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എങ്ങനെ ഒരു ക്രോഷ്യറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ടെൻഷനാണ്, നമ്മുടെ പൈസ പോവോ, ഇത് അതുപോലെ വിജയം കൈവരിക്കോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും. ഒരു 500 എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ലാണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണ്. അപ്പൊ ഈ ഒരു 500 കൊണ്ട് നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു 500 റുപ്പീസ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് അതിനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഈ ഒരു സംഭവം സെയിലാവോ, കസ്റ്റമറിലേക്ക് എത്തുമോ, നിങ്ങൾക്ക് ഇത് പറ്റുമോ എന്നുള്ളത് അളക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം പറ്റുന്നതാണ്. മറ്റു നമ്മൾ ഒരുപാട് പ്രൈസിന് സാധനങ്ങളൊക്കെ വാങ്ങി ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ട് മേടിച്ചു കൂട്ടി നമുക്കൊരു 10K വരെ നമുക്കത് ലോസ് ആയി പോകും. അതിനനുസരിച്ച് സെയിലും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് ഭാഗത്ത് ഞാൻ എവിടുന്ന് എങ്ങനെയൊക്കെ എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അതിനുശേഷം അതുകൊണ്ട് എന്തൊക്കെ പ്രോഡക്ട്സ് ചെയ്യാം എന്നുള്ളതും പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. വീഡിയോയുടെ എൻഡിങ്ങില് ഇതെങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ളതും പറയുന്നുണ്ട്. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതുകൂടെ കാണാം. എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ മീഷോ ആപ്പാണ് തുറക്കേണ്ടത്. എല്ലാവരുടെ ഫോണിലും ഉണ്ടാവും മീഷോ ആപ്പ്. ഇനിയില്ലെങ്കിൽ മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് സെർച്ച് ബാറിൽ പോയിട്ട് നമ്മൾ ആദ്യം യാൺ സെർച്ച് ചെയ്യാൻ പോവാണ്. അപ്പം യാണെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വരും. ഇതിൽ കുറേ ടൈപ്പ് യാൺസ് കാണാം. ബ്രാൻഡഡും അല്ലാത്തതുമായിട്ടുള്ള കുറേ യാൺസ് ഉണ്ട്. ഹാങ്സ് പോലെയും ചെറിയ ബോൾസ് പോലെയൊക്കെ വരുന്നതുണ്ട്. എനിക്കിതിൽ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ള ഈ ഒരു ഓപ്ഷനാണ് ഞാനിതിൽ സെലക്ട് ചെയ്യുന്നത്. ഇതിൽ 12 കളേഴ്സ് യാണും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിന് ചേരുന്ന ഒരു ഹുക്കും വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിന് റേറ്റ് കാണിക്കുന്നത് 199 ആണ്. അപ്പം 200 ബിലോ, അതായത് 199 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ സെക്ഷൻ എടുത്ത് നോക്കിയാൽ ഈ യാൺ മേടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ഏതൊക്കെ കളേഴ്സ് കിട്ടുന്നുള്ളതൊക്കെ കാണാം. ഇപ്പം കണ്ടോ, ഇതൊക്കെ ഈ യാണ് വെച്ചിട്ട് ഇവിടെ ചെയ്തിട്ടുള്ള ക്രാനി സ്ക്വയർ ആണ്. മീഷോന്ന് എപ്പോഴും എന്ത് വാങ്ങിയാലും നമ്മൾ റിവ്യൂസ് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പാക്കേജ് കിട്ടുക. അത് ഓരോരുത്തർക്ക് കസ്റ്റമേഴ്സിന് കിട്ടിയിട്ടുള്ള പാക്കേജാണ്. ഇത്രയും കളേഴ്സൊക്കെ നമുക്ക് കിട്ടും. ഇതിൽ ആവശ്യത്തിന് റിവ്യൂ നിങ്ങൾ വായിച്ച് നോക്കുക. ഇതെല്ലാം നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണ് സെലക്ട് ചെയ്യുന്നതെങ്കിലും റിവ്യൂ നോക്കിയിട്ട് ജെന്യൂൻ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തണം. എത്ര സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ ഹുക്ക് കൂടെ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം 188 ഒക്കെയാണ് എനിക്ക് പ്രൈസ് കാണിക്കുന്നത്. മാക്സിമം 199 ആണ് പ്രൈസ് വരിക. ക്യാഷ് ഓൺ ഡെലിവറി വരെ അവൈലബിൾ ആണ്. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് 188 എങ്ങാനാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ അത് നോക്കി. ഇതിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ നോക്കിയിട്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഹെയർ ക്ലിപ്പ് ബേസ് എന്ന് സെർച്ച് ചെയ്യണം. ഹെയർ ക്ലിപ്പ് ബേസ് എന്ന് സെർച്ച് ചെയ്താൽ ഇതേപോലെ പല ടൈപ്പ് ഹെയർ ക്ലിപ്പ് ബേസ് വരും. ഇതിൽ നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ബേസാണ് എടുക്കുന്നത്. ഇതിൽ കുറേ ടിക് ടാക്കിൻ്റെയും ബാരറ്റ് ക്ലിപ്പിൻ്റെയും ഒക്കെ ബേസ് ഉണ്ട്. അപ്പോൾ ഇതാണ് അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇത് പല സൈസിൽ ഇതിൽ അവൈലബിൾ ആണ്. ഇത് 1.75 എങ്ങാനാണ് ഇതിൻ്റെ ഒരു ലെങ്ത്ത് വരുന്നത്. ഇതിനും നമ്മൾ റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര വലുപ്പം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇതുണ്ടോ, ഈ വിരലിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഏകദേശം ഇത്രയാണ് ഉണ്ടാവുക. ഓരോരുത്തർ ചെയ്ത വർക്ക്സൊക്കെ കാണാം. ഇത് തന്നെ കണ്ടില്ലേ, ക്രോഷ്യ വെച്ചിട്ടുള്ള ഹെയർ ക്ലിപ്പ് ആരോ ചെയ്തതാണിത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു അലിഗേറ്റർ ക്ലിപ്പും നമ്മൾ ഇതേപോലെ സെലക്ട് ചെയ്യണം. അത് നിങ്ങൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് നിങ്ങളുടെ സൗകര്യത്തിന് ചെയ്യാം. അതിന് ഏറെക്കുറെ എല്ലാത്തിനും ഈ ഒരു പ്രൈസ് റേഞ്ചാണ് വരുന്നത്. 98 ആണ് കാണിക്കുന്നത്. അതാണ് രണ്ടാമത് നമ്മൾ വാങ്ങേണ്ട പ്രൊഡക്റ്റ്. നെക്സ്റ്റ് നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് കീ ചെയിൻ റിംഗ് എന്ന് സെർച്ച് ചെയ്യണം. കീ ചെയിൻ റിംഗ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിങ്ങും അതിൻ്റെ ചെയിനും മാത്രമായിട്ടുള്ള ഒരു സെക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ ഒരു 100 റുപ്പീസ് വരുന്ന ഏതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിൽ 20 പീസാണ് വരുന്നത്. 20 പീസിന് 198 ആണ് ഇതിൽ പ്രൈസ് കാണിക്കുന്നത്. ഇത് പല ഇതിലുണ്ട്. കുറച്ചുകൂടി പ്രൈസിനുള്ളത് മേടിച്ചാൽ കുറച്ചുകൂടി പൈസ കുറവിൽ കിട്ടും. അതായത് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടും ചെറിയ പൈസയ്ക്ക്. 50 പീസിനൊക്കെ 100 and something റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അത് വാങ്ങുക. അതാണ് അടുത്തതായിട്ട് നമ്മൾ വാങ്ങേണ്ട പ്രൊഡക്റ്റ്. നെക്സ്റ്റ് നമ്മൾ റബ്ബർ ബാൻഡിൽ നിന്ന് സെർച്ച് ചെയ്യണം.
അപ്പോൾ റബ്ബർ ബാൻഡ് സെർച്ച് ചെയ്യുമ്പം ഇതേപോലെ പ്ലെയിൻ ആയിട്ടുള്ള റബ്ബർ ബാൻഡാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പം മൾട്ടി കളറായിട്ട് വരുന്നതാണ്. ഏറ്റവും നല്ലത് ഫുൾ ബ്ലാക്ക് ഉള്ളത് വാങ്ങുന്നതാണ് കേട്ടോ. ഇതിലിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലാക്ക് ചെറുത് വാങ്ങരുത്, ഇങ്ങനത്തെ ഉള്ളതാണ് വാങ്ങേണ്ടത്. ഇതിപ്പോൾ ബ്ലാക്കാണ്. ഇതിന് 103 ആണ് പ്രൈസ് കാണിക്കുന്നത്. അപ്പോൾ ഫുൾ മൾട്ടി കളർ ഉള്ളത് മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കളേഴ്സ് ഒന്നും ആയിരിക്കില്ല വരിക. അല്ലെങ്കിൽ ഇതേപോലെ ബ്ലാക്കും വൈറ്റും കൂടെ വരുന്നത് വാങ്ങാൻ നിങ്ങൾ റിവ്യൂ വായിച്ച് നോക്കണം കേട്ടോ. നല്ലതുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. അതിൽ ഈ ബ്ലാക്കിൻ്റെ ഒക്കെ റിവ്യൂ ഒക്കെ നല്ലതാണ്, ഫുള്ള് ബ്ലാക്ക് വരുന്നതിൻ്റെ. നിങ്ങളുടെ സൗകര്യം നോക്കിയിട്ട് ഏതെങ്കിലും വാങ്ങാം. ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് എല്ലാ യാണിൻ്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ കണ്ടോ മൾട്ടി കളർ എന്ന് പറയുന്നത് നിയോൺ കളേഴ്സൊക്കെയാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതേപോലുള്ള പേസ്റ്റൽ കളേഴ്സ് പോലത്തത് വാങ്ങാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിന് ഏതെങ്കിലും ഒന്ന് വാങ്ങാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബ്ലാക്കാണ്. അത് 50 പീസിനാണ് ഈ ഒരു പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറേ ക്വാണ്ടിറ്റി കിട്ടും. 50 പീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 50 പ്രോഡക്റ്റ്സ് ചെയ്യാനുള്ളതായി എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇത്രയും പ്രോഡക്റ്റ്സാണ് നിങ്ങൾ മേടിക്കുന്നത്. ഇനി ഇത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കീ ചെയിൻസ് ആണ്. കീ ചെയിൻസിൻ്റെ വേരിയസ് വെറൈറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്ലവേഴ്സ് വെച്ചിട്ടോ ബോ വെച്ചിട്ടോ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് പല ടൈപ്പ് ഓഫ് കീ ചെയിൻസ് ഉണ്ടാക്കാൻ പറ്റും. കീ ചെയിൻസ് ഉണ്ടാക്കാൻ കുറച്ച് യാൺ മതി, ഒരുപാട് യാണൊന്നും വേണ്ട. ഇതേപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ കുറച്ച് യാൺ മതി. അതുകൊണ്ട് നമ്മൾ ആ ചെറിയ ക്വാണ്ടിറ്റി ഉള്ള യാണാണെങ്കിലും നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ കുറച്ച് വേരിയേഷൻസ് ആണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. ഇതൊക്കെ ഇതിനുള്ള ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ പറ്റുന്നത്, ഏതാണോ ചെയ്യാൻ അറിയുന്നത് അതിനനുസരിച്ച് ചെയ്താൽ മതി. എന്ത് തന്നെ ആയാലും അതിൽ കുറേ കളർ ഓപ്ഷൻസ് യാണ് നമ്മൾ സെലക്ട് ചെയ്തതിലുണ്ട്. അതുകൊണ്ട് അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇതേപോലെ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ക്രഞ്ചീസ് ആണ്. ഈ സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ റബ്ബർ ബാൻഡ് മേടിച്ചിട്ടുള്ളത്. സ്ക്രഞ്ചീസ് നമുക്ക് സിമ്പിൾ മുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് വരെ പല ടൈപ്പിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു ഡിസൈനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. ഇതിന് കുറച്ച് യാണ് ആവശ്യമുള്ളൂ. നമുക്കതിൽ അറിയാം, നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് യാണ് വരുന്നത്. അതുകൊണ്ട് ഒരുപാട് ഫ്ലയേർഡ് ആയിട്ടുള്ള സ്ക്രഞ്ചീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യാണ് പെട്ടെന്ന് തീർന്നു പോകും. അല്ല കുറച്ച് ഫ്ലയേർഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഈ ഒരു സ്ക്രഞ്ചിക്കൊന്നും ഒരുപാട് യാണിൻ്റെ ആവശ്യമില്ല. അങ്ങനത്തെ സ്ക്രഞ്ചി ഡിസൈൻസ് ചൂസ് ചെയ്തിട്ട് എൻ്റെ ചാനലിൽ തന്നെ ഞാൻ സ്ക്രഞ്ചി ട്യൂട്ടോറിയൽസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇതേപോലത്തെ ബാൻഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ആ ഒരു റബ്ബർ ബാൻഡ് നമ്മൾ മേടിച്ചില്ല, അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇതേപോലെ ക്രോഷറ്റിൻ്റെ ഓരോ ഫ്ലവേഴ്സോ ബോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സംഭവം സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് കിഡ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. സ്ക്രഞ്ചീസ് അഡൽട്സും യൂസ് ചെയ്യും. ഇങ്ങനത്തെ സാധനങ്ങൾ അത് ടീൻസും കിഡ്സും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ബ്ലാക്ക് തന്നെ മേടിക്കാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ നമുക്ക് മൾട്ടി കളർ ത്രെഡിൻ്റെ കൂടെ അത് സ്യൂട്ട് ആവുന്നത് കൊണ്ടാണ്. മറ്റ് നമ്മൾ ഏത് കളറെന്ന് വെച്ചാൽ വാങ്ങാം. നമ്മുടെ യാൺ ഒരു വഴിക്കും ത്രെഡ് ഈ ബാൻഡിൻ്റെ കളർ വേറൊരു വഴിക്കും പോകും. അതുകൊണ്ടാണ് ബ്ലാക്ക് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ക്ലിപ്സ് ആണ്. ഹെയർ ക്ലിപ്സ്. നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ബേസാണ് മേടിച്ചിട്ടുള്ളത്. അപ്പം ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അലിഗേറ്റർ ക്ലിപ്പിൽ നമുക്ക് ഗ്ലൂ ചെയ്ത് വെക്കാൻ പറ്റും. ഇങ്ങനെ ഇത് ശരിക്കും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും മോട്ടീവ്സൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഫ്ലവേഴ്സ്, കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വെച്ചിട്ട് അതിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതേപോലെ ബോ ഒക്കെ വെച്ചിട്ട് ഒറ്റ ബോ ചെയ്താൽ കഴിഞ്ഞാൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വണ്ണാണ് ബുക്ക് മാർക്സ്. ബുക്ക് മാർക്സിന് നമുക്ക് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണ്ട, വെറും യാണും ഹുക്കും മതി. അപ്പം ബുക്ക് മാർക്സ് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതേപോലെ തന്നെ ആളുകൾ യൂസ് ചെയ്യുന്ന ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ബുക്ക് മാർക്സ് എന്ന് പറയുന്നത്. ഒരുപാട് ബുക്സൊക്കെ വായിക്കുന്നവർക്കറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്ന്. അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാം, കുറച്ച് യാണ് മതി. അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റാണ് ബുക്ക് മാർക്സ് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇപ്പം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഈ ഒരു സാധനങ്ങൾ വെച്ചിട്ട് ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇത്രയും പ്രൊഡക്ട്സ് ആണ് നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് കൂടാതെ വേറെയും ചെറിയ ചെറിയ പ്രൊജക്ട്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ നമുക്ക് സെയിൽ ചെയ്യാൻ കൂടുതൽ പറ്റുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിലൂടെയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഈ ഒരു സംഭവങ്ങൾ ചെറുതായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നിങ്ങൾക്ക് വാട്സപ്പ് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ട് ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ ഒക്കെ ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒന്ന് അറിയിക്കാൻ പറ്റും. അപ്പൊ എന്താ അതിനെ കൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഒന്നാമത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം.
പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ അവരറിയും നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അവരുടെ റെസ്പോൺസ് കൂടെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇൻസ്റ്റഗ്രാമിലൊന്നും നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് റീച്ച് കിട്ടില്ല, അപ്പോഴത്തേക്ക് ആളുകൾ സാധനം മേടിക്കൊന്നുമില്ല. അപ്പൊ നമുക്ക് കുറെ കാലം ചുമ്മാ അങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ടി വരും, ഒരു സെയിലും നടക്കില്ല. ആ സമയത്തൊക്കെ ഇങ്ങനെ പ്രൈസ് കുറവിലുള്ള സാധനങ്ങൾ മേടിച്ച് പ്രൈസ് കുറവുള്ള പ്രോഡക്ട്സ് നമ്മൾ ഇടുന്നതിനനുസരിച്ച് നമ്മുടെ റീച്ച് കൂടുതൽ വരും. അപ്പൊ നമുക്ക് അത്രയും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവുകയില്ല, റീച്ച് കിട്ടും. അപ്പൊ ആളുകൾ എൻക്വയറി ചെയ്യാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് വരുമ്പം നിങ്ങൾക്ക് ബാക്കി പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങാം. ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതൊന്നും ഭയങ്കര എക്സ്പെൻസീവ് അല്ല, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി അതിനുണ്ടാവുള്ളൂ. എക്സ്പെഷ്യലി യാണിന്റെ കേസിലാണ് ഞാൻ പറയുന്നത്. ബാക്കി പ്രോഡക്ട്സിനൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടാവും. യാണിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മിനിമം പ്രൈസിലുള്ള ഒരു യാണാണ്, അക്രിലിക് യാണാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ സിമ്പിൾ ഐറ്റംസ് മാത്രം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ വെയറബിൾസോ അല്ലെങ്കിൽ ഇപ്പം കിഡ്സിന്റെ സാധനങ്ങൾ, കിഡ്സിന്റെ ബേബീസിന്റെ തൊപ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ, അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. സോക്സ് അങ്ങനത്തെ ഒന്നും ചെയ്യരുത്, കാരണം ഇത് ലോ ക്വാളിറ്റി ആണാണ്. നമ്മൾ വെയറബിൾസ് അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ കീ ചെയിൻസ്, സ്ക്രഞ്ചീസ് അങ്ങനത്തെ കാര്യത്തിനൊന്നും ഒരു കുഴപ്പം. സ്ക്രഞ്ചീസ് ഒന്നും പ്രശ്നമില്ല, നമ്മൾ ഡയറക്റ്റ് സ്കിൻ ടു സ്കിൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാത്തതാണ് നല്ലത്. ചിലപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കിൻ ഇറിറ്റേഷൻ ഉണ്ടാവും മക്കളിലേക്ക് യാണ് യൂസ് ചെയ്താല്. ബേബീസിന് യൂസ് ചെയ്യാനുള്ള വേറെ യാണൊക്കെയാണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്കറിയില്ലല്ലോ ഇത്രയും ചീപ്പായിട്ട് കിട്ടുന്ന യാൺ എന്തൊക്കെ സാഹചര്യത്തിലൂടെയാണ് കടന്നു വരുന്നത് നമുക്കറിയില്ല. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും നിങ്ങൾക്ക് ജസ്റ്റ് പോസ്റ്റ് ചെയ്യാനും ഒക്കെ ഇത് ഉപയോഗിക്കുക. ഓർഡേഴ്സ് വരാൻ തുടങ്ങിയാൽ കുറച്ചുകൂടി ബ്രാൻഡഡ് ആയിട്ടുള്ള യാണൊക്കെ മേടിക്കാൻ ശ്രദ്ധിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അതുകൊണ്ടൊന്നും പ്രശ്നം വരില്ല. യാണിന്റെ കാര്യത്തിൽ ഇതുകൂടെ ശ്രദ്ധിക്കുക. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഇതേപോലെ കൂടുതൽ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു.